ഹലോ. അങ്ങനെ നമ്മുടെ നാലാമത്തെ ദിവസമാണ് ഇന്ന് മേഘാലയയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ബാംബു ട്രെക്കിംഗ് ആണ്. അതായത് വൺ ഓഫ് ദ ഫേമസ് ട്രെക്കിംഗ് ആണ് മേഘാലയയിൽ. അപ്പോൾ നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് എല്ലാം നമുക്ക് അത്യാവശ്യം നല്ല ഒരു, അതായത് നമ്മൾ ഫസ്റ്റ് ഡേ ചെയ്ത ട്രെക്കിംഗ് ഉണ്ടല്ലോ, 7,000 സ്റ്റെപ്സ് കവർ ചെയ്തിട്ടുള്ള ഏറ്റവും ലാർജസ്റ്റ് ട്രെക്കിങ്, അതേപോലത്തെ ട്രെക്കിംഗ് അല്ല ഇത് കുറച്ചും കൂടി അഡ്വഞ്ചറസ് ആയിട്ട്. കണ്ടോ, ബാംബു ആണ് കൂടുതൽ സ്ഥലത്തും. ഈ ലോക്കൽസ് ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രിഡ്ജാണിത്. അതുകൊണ്ട് തന്നെ അധികം ഈ ഒരു ട്രെക്കിങ്ങിൽ നമുക്ക് ഉപയോഗിക്കേണ്ടത് ഈ ബാംബുവിലൂടെ തന്നെയുള്ള നടത്താണ്. അതുകൊണ്ട് നമുക്കതൊരു വേറിട്ടൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത വേറൊരു എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് കാണാം. അതായത് കാട്ടിൻ്റെ ഉള്ളിൽ കൂടി തന്നെയാണ്, വലിയ വലിയ മലകളുടെ സൈഡിലൂടെയൊക്കെയാണ് ഈ ബാംബു ട്രെക്കിങ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളും അതുപോലെ തന്നെ പുഴകളും, അത്യാവശ്യം ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് ചെറിയ രീതിയിൽ ഒഴുകുന്നേ ഉള്ളൂ. വെള്ളം നല്ല രസമുണ്ട് കേട്ടോ, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് വെള്ളം ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് നോക്കുമ്പോഴൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് തിരിച്ചു വരുന്ന സമയത്തൊക്കെ വേണമെങ്കിൽ അതിലോട്ടൊക്കെ ഇറങ്ങാം. അതിനൊന്നും യാതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നുമില്ല. ഇറങ്ങേണ്ട സ്ഥലങ്ങളിൽ മാത്രമേ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അതിനുള്ള വഴിയും അവിടെ തന്നെ ഉണ്ടാവും. പിന്നെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ലൈഫ് ജാക്കറ്റ് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ ഒരു ലൈഫ് ജാക്കറ്റ് കൊടുക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് നമ്മളതൊരു 100 രൂപ 50 രൂപ എന്തെങ്കിലും കൊടുത്ത് വാങ്ങുക. ഇത് കണ്ടോ, സൈഡിലോട്ടൊരു വഴി കണ്ടില്ല, അതൊക്കെ നമുക്ക് താഴത്തോട്ട് ഇറങ്ങാനുള്ള വഴിയാണ്. അപ്പോൾ നമ്മൾ ഈ ബാംബുവിലൂടെ നടക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ഫീല് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ സാധാരണ നമ്മൾ നടക്കുന്ന ഈ കല്ലും മുള്ളും ഒക്കെ താണ്ടിയിട്ടുള്ള വേറൊരു തരത്തിലുള്ള ഒരു നടത്തം തന്നെയാണ്. പിന്നെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് സൈഡിലൂടെ ഒഴുകുന്ന പുഴകളും, പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാടിൻ്റെ ഉള്ളിലോട്ട് നമുക്ക് എത്തിയൊരു ഫീലൊക്കെ തോന്നും. പിന്നെ ഒരുപാട് പേര് ഇവിടെ കുളിക്കുന്നുണ്ട്, കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതായത് കുറേ ആൾക്കാർ വെള്ളത്തിൽ കളിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുളിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏകദേശം നമ്മളൊരു വലിയ മലയുടെ മുകളിലാണ്, സൈഡിലൂടെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു മലയുടെ ഏറ്റവും പീക്ക് പോയിന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇനിയും ഇവിടുന്ന് കുറച്ചും കൂടി നടക്കാനുണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ നടക്കണം. നമുക്ക് 2 തരത്തിലുള്ള വ്യൂ പോയിൻ്റാണ് കാണാനുള്ളത്. ഫസ്റ്റ് വ്യൂ പോയിന്റിലേക്ക് അത്യാവശ്യം നമ്മൾ കുറച്ചും കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ലാസ്റ്റ് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെയാണ് എൻഡ് വരുന്നത്. പിന്നെ അവിടുന്ന് നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് നടക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. അത് ഈ വെള്ളച്ചാട്ടമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ഡെപ്തിലാണ് ഈ വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. നമുക്കിപ്പോൾ ഏറ്റവും ടോപ്പിൽ നിന്ന് നോക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനെ കാണുന്നത്. അത്യാവശ്യം നല്ല ഡെപ്തിൽ തന്നെയാണ് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ എത്തും. അതായത് ഏറ്റവും ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എൻഡാണ്. ഈ എൻഡിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഈ ചുറ്റും കാണാൻ. ഇപ്പോൾ അവിടെ നിന്നിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത്, നല്ല ഗ്രീനറി ആയിട്ട്. ഇത് കാണുന്നത് നമ്മൾ ഫസ്റ്റ് വ്യൂ ആണ്. ഇപ്പോൾ നിൽക്കുന്നത് ഏറ്റവും ലാസ്റ്റ് വ്യൂ ആണ്. അതായത് ലാസ്റ്റ് വ്യൂ എന്നാണ് നമ്മൾ ഫസ്റ്റ് വ്യൂ ഈ എടുക്കുന്ന വീഡിയോ. നമ്മൾ ഓൾറെഡി അവിടെ പോയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അവിടെ പോയപ്പോൾ എനിക്ക് അത്യാവശ്യം വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ തിരിച്ചു വന്നത്. അപ്പോൾ ഓക്കെ, ഇവിടുന്ന് കുറച്ച് നേരം ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നല്ല കാടിൻ്റെ ഭംഗി, അതായത് നമ്മൾ ഫുൾ പച്ചപ്പായിട്ട് തന്നെ കാണുന്നത്. ഏറ്റവും ചുറ്റുഭാഗം നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പാണ്. ഏകദേശം നമ്മൾ ഈ ട്രെക്കിങ് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു 3 ഹവേഴ്സിൻ്റെ മേലെ എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ട്രെക്കിങ് തന്നെയാണ്. അത്യാവശ്യം മറ്റേ ട്രെക്കിങ് പോലെ അത്യാവശ്യം ഒരു 8 മണിക്കൂറൊന്നും എടുത്തിട്ടില്ലെങ്കിൽ ഒരു 4 മണിക്കൂറിൻ്റെ അടുത്ത് ഏകദേശം എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ താഴോട്ട് ഇറങ്ങി, അവിടുന്ന് കുറച്ച് കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടുന്ന് വീണ്ടും തിരിച്ച് നമ്മുടെ സ്റ്റാർട്ടിങ് പോയിന്റിലോട്ട് തന്നെ നടന്ന് പോവുകയാണ്. അപ്പോഴും നമുക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഈ കാഴ്ചകളൊക്കെ പിന്നീട് നമുക്ക് എവിടെയും കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നവരെല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ബാംബു ട്രെക്കിംഗ് അധികം വീഡിയോസ് എടുക്കാൻ നിന്നിട്ടില്ല. കാരണം ഒരുപാട് ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് ഫോൺ യൂസ് ചെയ്യുമ്പോൾ കയ്യിൽ നിന്ന് താഴെ എങ്ങനെ വീണിട്ടുണ്ടെങ്കിൽ ബാംബു ട്രെക്കിങ്ങിൻ്റെ ഇടയിൽ നിന്നൊക്കെ നമുക്ക് താഴോട്ട് വീണാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടില്ല. കാരണം ഈ ബാംബൂസിൻ്റെ ഇടയിൽ നമുക്ക് നല്ല ഗ്യാപ്പ് വരുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പിന്നീട് പോയ സ്ഥലമാണ് 7 സിസ്റ്റർ വാട്ടർഫോൾ. 7 സിസ്റ്റർ വാട്ടർഫോളിൽ വെള്ളം കുറവാണ്. ക്യാബ് ഡ്രൈവർ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല വെള്ളം കുറവുണ്ട്. ആകെ
ലൈൻ മാത്രമേ ഇപ്പോൾ വെള്ളമുള്ളൂ. നല്ല മഴക്കാലമാവുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നല്ല, അതായത് കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞൊഴുകുന്ന സമയമായിരിക്കും. ഇപ്പോൾ നമുക്ക് അധികം കാണാൻ പറ്റില്ല, എന്നാലും കുഴപ്പമില്ല. കാരണം ഈ സമയത്ത് വന്നാൽ മാത്രമേ നമുക്ക് ദൗക്കിയൊക്കെ ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ട് ഒഴുകുന്നത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് അത് കാണണോ ഇത് കാണണോ, അതായത് നമ്മൾ എല്ലാ സീസണിലും വന്നാൽ നമുക്ക് ഓരോന്നും കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഈ സീസണിൽ ഈ ഒരു സെവൻ സിസ്റ്റർ വാട്ടർഫോൾ മാത്രമേ നമുക്ക് അത്യാവശ്യം ഒരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കി എല്ലാം നമ്മൾ അടിപൊളിയായിരുന്നു. ബാക്കി എല്ലാം നല്ല രീതിയിൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെവൻ സിസ്റ്റർ വാട്ടർഫോൾ നിൽക്കുന്ന സ്ഥലവും അത്യാവശ്യം നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ്. നമുക്ക് അവിടെ നിന്നിട്ട് നല്ല വീഡിയോസും നല്ല ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റും. ഒരുപാട് പേര് അവിടെ നിന്നിട്ട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ഞാൻ അധികം ഈ ഒരു സ്ട്രക്ചർ മൊത്തം വീഡിയോസിൽ പകർത്താൻ നോക്കുന്നുണ്ട്. മാക്സിമം സൂം ചെയ്തിട്ടും അല്ലാതെയൊക്കെ ഞാൻ ഇതിനകത്തേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം കിട്ടിയിരിക്കുന്നത് അറിയില്ല. എന്തായാലും നിങ്ങളുടെ കമൻസും കാര്യങ്ങളെല്ലാം ഈ വീഡിയോൻ്റെ അകത്ത് രേഖപ്പെടുത്തണം. അപ്പോൾ വീണ്ടും കാണാം.